നമുക്ക് എന്ത് വേണമെങ്കിലും അതെല്ലാം പ്രകൃതിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ അത് കാണിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഡെത്ത് വരെ പ്രകൃതി കാണിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ ഒരു പ്രാവശ്യം മരിച്ചിട്ടാണ് നമ്മൾ വെളിയിലത്തെ ഒരു ഡയമെൻഷനിൽ ജനിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ വേറെടുത്ത് ജനിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. മരണത്തിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ യു ആർ ബിക്കമിങ് യങ്ങർ ടു യുവർ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിലോട്ട് എന്ന് പറയുന്ന പോലെ തന്നെ ബ്രെയിൻ വേവ്സിലെ ആൽഫ ബീറ്റ ഗാമ വേവ്സിനെ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇൻവേസീവ് വേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പം എൻ്റെ വാഷിംഗ് മെഷീനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീൻ ഇൻ്റലിജൻ്റ് ആയി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇൻ്റലിജൻ്റ് ആവും, എൻ്റെ കാർ ഇൻ്റലിജൻ്റ് ആവും. അത് ഞാൻ എൻ്റെ ബ്രെയിനിലോട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കുന്നത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസാണ്. ആ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വന്നാൽ നിങ്ങൾ രാവണനെ പോലെ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം നടക്കുന്ന നിങ്ങളോട് കണക്റ്റഡുള്ള സാധനത്തിൻ്റെയൊക്കെ കറക്റ്റ് ഇതിനെത്തും. അപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ എന്താ? ഹ്യൂമൻ ബ്രെയിൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹെവി എഞ്ചിനീയറിങ്. അപ്പോൾ ഈ നോളജ് ഇവിടെ വന്നാൽ ഇത് എപ്പോഴും ഒരു വാഷിംഗ് മെഷീൻ്റെ നോളജിനേക്കാളും മേളിലാണല്ലോ ഇത് ക്യുമുലേറ്റീവ് നോളജാണല്ലോ പഠിക്കുന്നത്. അത് മാത്രമല്ല ഇതിന് ചിന്തിക്കാനുള്ള അറിവ് വേറെ ലെവലിലാണ്. അപ്പോൾ ഹ്യൂമൻസ് ആർ ഓൾവേസ് സുപ്പീരിയർ ടു ദ മെഷീൻസ് ഓർ ദ റോബോട്ട്സ് ദറ്റ് യു ക്യാൻ എവർ തിങ്ക് ഓഫ്. അപ്പോൾ അതിനെ കൊണ്ടുവരുന്ന ഒരു സൊസൈറ്റിക്കൽ റെഗുലേറ്ററി ആസ്പെക്റ്റ് ഇതിനകത്ത് ഇൻബിൽറ്റാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ മെറ്റാ ബ്രെയിൻസ് എന്ന് വിളിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഇതിനൊന്നും നമ്മൾ പേടിച്ചല്ല ജീവിക്കേണ്ടത്. ഇത് നമ്മളെ മനുഷ്യനെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചിന്തിച്ചില്ലെങ്കിലാണ് പേടി വരുന്നത്.